ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 40,000 രൂപ വരെ ഒരു ഫോൺ എടുക്കാനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ തീർച്ചയായിട്ടും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ ഒരു അഭിപ്രായങ്ങൾ കൂടി പറയാം. നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോണുകളും ഈ ഫോണുകളായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ബെറ്റർ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ തീരുമാനം മാറ്റാനും കൂടി തോന്നുന്നുണ്ടെങ്കിൽ മാറ്റാം. ഓക്കെ, ഞാൻ ഈ ഒരു ഫോണുകളാണ് നല്ലത് എന്നൊന്നും പറയുന്നില്ല കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. ഞാൻ ഈ ഒരു ലിസ്റ്റിൽ, അതായത് 40,000 രൂപയ്ക്ക് താഴെ ഇഷ്ടപ്പെട്ട ഫോണുകളുടെ ലിസ്റ്റിൽ സാംസങ്ങിൻ്റെ ഫോണുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയാം അവരുടെ ഫോണുകൾ എന്ന് പറഞ്ഞാൽ അത്ര വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ വരുന്നതല്ല. ഇനി സാംസങ് ഫോൺ എടുത്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി A35 നോക്കാം, A55 നോക്കാം, അതല്ലെങ്കിൽ S23 FE നോക്കാം. ഇതെല്ലാം അത്യാവശ്യം നല്ല ഓവർ പ്രൈസ്ഡാണ് സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ. എന്നിരുന്നാലും സാംസങ്ങേ എടുക്കൂ എന്ന് പറയുന്നവർക്ക് ഈ ഫോണുകൾ നോക്കാമെന്ന് മാത്രം. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾ 40,000 രൂപ സ്പെൻഡ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്, യൂസർ പ്രൊഡക്റ്റുകൾ മതി എന്നുണ്ടെങ്കിൽ 5G പോലുള്ള സ്ഥലങ്ങളിൽ, തൃശ്ശൂർ, മഞ്ചേരി, കൊച്ചി, കോട്ടയം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ ഷോറൂമുകളുണ്ട്. ഞാൻ പേഴ്സണലി ഫോൺ കൊടുക്കുന്നതും എടുക്കുന്നതൊക്കെ അവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്ന് മാത്രം. ഞാനിങ്ങനെ പറയുന്നത് അവരോടുകൂടി പറഞ്ഞിട്ടില്ല. സോ അതുപോലുള്ള 5G പോലുള്ള നല്ല റീസെല്ലേഴ്സ് ഉണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന 40,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടിയിലുള്ള നല്ല യൂണിറ്റുകൾ നമുക്ക് കിട്ടും. ഈവൻ iPhone 14, 13 അതൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്, നല്ല യൂണിറ്റുകൾ. പറഞ്ഞു എന്ന് മാത്രം, ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ഓർഡറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ ഫസ്റ്റ് പറയുന്നത് ഫസ്റ്റ്, സെക്കൻഡ് അങ്ങനെ നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. 2 ഫോണുകൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോണുകൾ ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 ഫോണുകൾ ആദ്യം പറയാം. കഴിഞ്ഞ വർഷം, അതായത് 2023 ലോഞ്ച് ചെയ്ത നത്തിങ് ഫോൺ 2 എന്ന് പറയുന്ന ഒരു ഫോണാണ്. നമുക്കറിയാം നത്തിങ് എന്ന് പറയുന്ന കമ്പനിയുടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഈ ഒരു ഫോൺ 2 എന്ന് പറയുന്നത്. തേർഡ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഫോൺ 2 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഇവിടെ ഐക്കണിൽ കൊടുക്കാം. നത്തിങ് ഫോൺ 2 വരുമ്പോൾ 6.7 ഇഞ്ച് വരുന്ന LTPO OLED പാനലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. HDR10+ൻ്റെ സപ്പോർട്ട്, 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, 1600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ ഡിസ്പ്ലേ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള ആ ഒരു OS, അതുകൂടാതെ ആ ബാക്കിലുള്ള ഗ്ലിഫ് ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ക്ലീൻ എക്സ്പീരിയൻസ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, അതേപോലെ ഇത്തരത്തിലുള്ളൊരു വെറൈറ്റി ഡിസൈനും കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് നത്തിങ് ഫോൺ 2 എന്ന് പറയുന്നത്. 50 മെഗാപിക്സലിൻ്റെ വീതമുള്ള 2 ക്യാമറയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. മെയിൻ ക്യാമറ ഇപ്പോഴും അത്യാവശ്യം നല്ല റിസൾട്ട് തരുമ്പോൾ ഇതിൻ്റെ അൾട്രാ വൈഡ് ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. 4700 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1ൻ്റെ പ്രൊസസ്സർ വെച്ച് വരുന്ന ഈ ഒരു ഫോണിന് 36,999 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ പ്രൈസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ഇതിനും കുറയാറുണ്ട്, ഇതിനും കൂടാറുണ്ട്. 44,000 രൂപയ്ക്കാണ് ഈ ഒരു ഫോൺ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തത്. ലിസ്റ്റിൽ അടുത്തത് ഒരു iQ ഫോണാണ്. ഈ ഒരു ഫോണും കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തതാണ്. iQ Neo 7 Pro എന്ന് പറയുന്ന ഫോൺ 31,000 രൂപയ്ക്ക് ഇപ്പോൾ ആമസോണിൽ 128 GB വേരിയൻറ്റ് അവൈലബിൾ ആണ്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1ൻ്റെ പ്രൊസസ്സർ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം iQ എന്ന് പറയുന്ന ഫോൺ ഗെയിമിങ്ങിന് കൂടുതൽ, പെർഫോമൻസിന് വേണ്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതാണ്. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ, 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ, അങ്ങനെ 3 ക്യാമറ സെറ്റപ്പാണ് പുറകിൽ കൊടുത്തിരുന്നത്. 16 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ 4K വെച്ച് വീഡിയോ എടുക്കാൻ പറ്റുമ്പോൾ ഫ്രണ്ടിൽ നമുക്ക് മാക്സിമം ഫുൾ HD ആണ് എടുക്കാനായിട്ട് സാധിച്ചിരുന്നത്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു 31,000-32,000 രൂപ, ഇവൻ 256 GB വേരിയൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 33,000 പ്രൈസ് വരുന്നത്. അത് കൊടുത്താലും ഇപ്പോഴും ഈ ഒരു ഫോൺ വെർത്ത് തന്നെയാണ്, ഒരു സംശയവുമില്ല. ലിസ്റ്റിൽ അടുത്തത് ഷവോമി റെഡ്മി 30 Pro Plus എന്ന് പറയുന്ന ഒരു ഫോണാണ്. ഈ ഒരു ഫോണിൽ നമുക്ക് IP68ൻ്റെ വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 31,000 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് IP68ൻ്റെ റേറ്റിംഗ് വരുന്ന മറ്റൊരു ഫോൺ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 6.7 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, HDR10+ൻ്റെ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം അവിടെയും വരുന്നുണ്ട്. Dimensity 7200 Ultra എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 200 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെയും 2 മെഗാപിക്സലിൻ്റെയും വീതമുള്ള അൾട്രാ വൈഡും അതേപോലെ ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിക്ക് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്.
ഇനി ഷവോമിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ പലർക്കും ആ ഒരു ഫോണിനോട് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയോടുള്ള ഒരു താല്പര്യം മൊത്തത്തിൽ കുറഞ്ഞു വരുന്നുണ്ട്. എനിവേ ഹൈപ്പർ OSൻ്റെ അപ്ഡേഷൻ ഈ ഒരു ഫോണിലോട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ ട്രാക്ക് നന്നാകും എന്ന് വിചാരിക്കാം. ആമസോണിൽ നമുക്ക് ഈ ഒരു ഫോൺ കിട്ടുന്നത് 31,000 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഫോൺ ഇല്ലാതെ 40,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു ബെസ്റ്റ് ഫോണിൻ്റെ ലിസ്റ്റ് ഒരിക്കൽ പോലും തയ്യാറാകാനായിട്ട് സാധിക്കില്ല. അത് IQ Neo 9 Pro എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് തന്നെയാണ് ഞാനും പറയുന്നത്. സ്നാപ്ഡ്രാഗൺ 8+ Gen 2 എന്ന് പറയുന്ന കിഡിലൻ പ്രോസസ്സർ വെച്ച് വരുന്ന ഈ ഒരു ഫോണിൽ ക്യാമറ സൈഡിൽ മാത്രമാണ് കുറച്ച് നെഗറ്റീവ് പറയാനായിട്ടുള്ളത്. കാരണം 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ അൾട്രാ വൈഡ് ആംഗിലോട്ട് വരുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കളറ് കാര്യങ്ങളെല്ലാം പോരാ എന്നുള്ളൊരു അഭിപ്രായമാണ് മൊത്തത്തിൽ വരുന്നത്. മെയിൻ ക്യാമറയും അതേപോലെ സ്റ്റേബിൾ അല്ല, വീഡിയോസിൻ്റെ കാര്യത്തിലോട്ടൊന്നും അത്ര പോരാ എന്നുള്ളതാണ് മൊത്തത്തിലുള്ളൊരു അഭിപ്രായം. പിന്നെ IQ എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു നിയോ സീരീസൊക്കെ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, അത്യാവശ്യം ഗെയിം കളിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ക്യാമറ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ളതല്ല. ഓക്കെ, ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ 40,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫോണാണ് IQ Neo 9 Pro എന്ന് പറയുന്നത്. നമുക്കിവിടെ ബ്ലോട്ട് വെയേഴ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു ഹോട്ട് ആപ്പ് ഹോട്ട് ഗെയിംസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഡിസേബിൾ ചെയ്തുകൊണ്ടാണ് IQ നമുക്ക് ഈ ഒരു ഫോൺ തരുന്നത്. 6.7 ഇഞ്ച് വരുന്ന LTPO AMOLED ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് UFS 4.0ൻ്റെ സ്റ്റോറേജ് ടൈപ്പ് കിട്ടുന്നുണ്ട്. ലിസ്റ്റിലുള്ള മറ്റ് എല്ലാ ഫോണുകളിലും UFS 3.1ൻ്റെ സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. ഈ ഒരു ഫോൺ നമുക്ക് ആമസോൺ ത്രൂ ആണ് വാങ്ങാനായിട്ട് സാധിക്കുക. 36,000 രൂപയ്ക്കാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ലിസ്റ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഫോൺ, നിങ്ങളൊരു ഫോണിന് 40,000 രൂപ വരെ സ്പെൻഡ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ OnePlus 12R എടുത്താൽ മതി എന്നുള്ളത് ധൈര്യത്തോടെ ഞാൻ പറയും. കാരണം ആ ഒരു കമ്പനിയുടെ ഹിസ്റ്ററിയും അത് തന്നെയാണ്. നമുക്കറിയാം അവരുടെ ഡിസ്പ്ലേയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ധൈര്യത്തോടെ നട്ടെല്ല് നിവർത്തി പറഞ്ഞത് ഞങ്ങളുടെ ഫോണിൽ ഡിസ്പ്ലേയിൽ ഇഷ്യൂ ഉണ്ട്, അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാറ്റിത്തരും, അതല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ തരുമെന്ന് പറഞ്ഞ ഒരേ ഒരു കമ്പനി OnePlus തന്നെയാണ്. ഇനി ഇതുകൂടാതെ ഈ ഒരു OnePlus 12Rൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ UFS 3.1ന് പകരം UFS 4 ആണ് സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്ന ഒരു സ്പെക് ഷീറ്റ് അവർ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് ഫോൺ എടുത്തിട്ടുള്ളവർക്ക്, അതായത് 256 GB വേരിയൻറ്റ് എടുത്തിട്ടുള്ളവർക്ക് നിങ്ങൾ മാർച്ച് 15-ാം 16-ാം ഉള്ളിൽ ഈ ഒരു ഫോൺ തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ എമൗണ്ട് റിട്ടേൺ തരാം എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും OnePlus തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ തെറ്റുകൾ അഡ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചങ്കൂറ്റം കാണിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് OnePlus എന്ന് പറയുന്നത്. സോ 40,000 രൂപ എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കമ്പനിക്ക് തന്നെ കൊടുക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇനി OnePlus 12Rൽ കൊടുത്തിരിക്കുന്നത് 6.7 ഇഞ്ച് വരുന്ന LTPO 4 AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിസ്പ്ലേയിൽ HDR10+ൻ്റെ സപ്പോർട്ട്, 120 Hz റിഫ്രഷ് റേറ്റ്, എല്ലാ സംഭവങ്ങളും, ഡോൾബി വിഷൻ്റെ സപ്പോർട്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുമ്പോൾ 1600 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനും ഇതിൻ്റെ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഫ്ലാഗ്ഷിപ്പ് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 5500 mAh ബാറ്ററി വരുന്നുണ്ട്. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് പുറകിൽ കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറും 8 മെഗാ പിക്സൽ, അതുകൂടാതെ 2 മെഗാ പിക്സലിൻ്റെ മറ്റ് 2 സെൻസറുകളും. ഇതിൽ ഈ ഒരു 50 മെഗാ പിക്സൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4K വരെ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രണ്ടിൽ നമുക്ക് 16 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ മാക്സിമം 1080 ആണ് 30 FPS നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുക. നമുക്കറിയാം സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന് പറയുന്നത് കിഡിലൻ പ്രോസസ്സറാണ്, നല്ലൊരു പെർഫോമൻസ് ആണ് തരുന്നത്. IQ Neo 9 Proനെ പോലെ തന്നെ ഇതിലും 15 ലക്ഷത്തിന് മുകളിലുള്ള ആൻറ്റുടു സ്കോർ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ഫോണിൻ്റെ പ്രൈസാണ് 39,999 രൂപ. ഓഫർ കാര്യങ്ങളല്ലെങ്കിൽ ഉണ്ടെങ്കിൽ 2,000-3,000 രൂപയൊക്കെ ഡിസ്കൗണ്ട് വരാറുണ്ട്. അപ്പോൾ ഇത്രയും ഫോണുകളാണ് 40,000 രൂപയ്ക്ക് താഴെ എനിക്ക് കൊള്ളാമെന്നുള്ളത് തോന്നിയത്. എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോൺ ഞാൻ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.